ഇപ്പൊ കത്തിച്ചേ? മിണ്ടാതെ നടന്നത് നീ വിത്തും പേരൊക്കെ അറിയണം. എന്നെ അറിയല്ലേ? പറഞ്ഞൊന്നും പോയില്ലല്ലേ? ഇല്ല. എന്താ വിളി പോന്നേ? എനിക്ക് 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നിങ്ങളാര്? ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥ. അതോ? എന്നാ നിങ്ങളുടെ പെണ്ണുമ്പിള്ളയുടെ ഒരു ഞാൻ ആരാധന. ഇതാരടി? ഇതിവിടെ അന്ന് ശശിയേട്ടൻ പറഞ്ഞു വിട്ട ജോലിക്കാരി. ആഹാ, ബെസ്റ്റ്. ഇപ്പൊ എന്തിനാ ഇവിടെ കയറി പോയത്? എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അവിടെ വെച്ചിരുന്ന എന്റെ 2 സാരി എന്തിയെ? 2 സാരി ഞാൻ ആ മുറി വെച്ചിരുന്ന് കൊണ്ടുപോകാൻ മറന്നുപോയി. 2 സാരി എവിടെ? എന്റെ 2 സാരി. 2 സാരിയുടെ കളർ എന്തോന്നു സാറേ? ഒന്ന് കാപ്പിപ്പൊടി, ഒന്ന് പച്ച. പച്ചയും കാപ്പിപ്പൊടിയും ഡിസൈനൊക്കെ ഉള്ള 2ലും ഉണ്ട് അല്ലേ? ഞാൻ മറന്നു വെച്ചിട്ട് പോയതാ. ആണല്ലേ? അത് ആന്റിയുടെ സാരി ആയിരുന്നോ? ആര് നോക്കളെ? അതാ പറമ്പിൽ കിടന്ന് കത്തുന്നുണ്ട്. കത്തുന്ന ആദ്യം എത്തിച്ച് അമ്മ. അയ്യോ, എന്തോ സാറേ ഇവര് കാണിച്ചത്? എന്താന്ന് വെച്ചാല് പിന്നെ ഇവിടത്തെ ഈ വീട്ടില് 6 മാസത്തിലൊരിക്കൽ ഒരു സാരി പൂജയുണ്ട്. ഒരു സാരി കത്തിക്കാം. പക്ഷെ ഇപ്പൊ 2 കിട്ടിയപ്പോ അവര് കത്തിച്ചത്ര. അങ്ങനെ പറയരുത്. എന്റെ ഭർത്താവ് എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചെന്ന സാരിയാ. നിങ്ങൾ എന്തോ മെമ്പറെ കാണിച്ചത്? ബർത്ത്ഡേ ഇനി വരുമല്ലോ എന്ന് പറഞ്ഞ ഈ സാരി അന്നേരം മേടിച്ചു സാരിയാണോ? അതല്ല, ഇനിയിപ്പോ കത്തിപ്പോയില്ല. ഇനി അത് ഒന്നാമത്തെ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് ഓർത്തെടുത്തോണ്ട് വേണ്ടേ? ഞാൻ പഴയ സാധനങ്ങളെല്ലാം കത്തിച്ച് കളയാറുണ്ട്. മനുഷ്യനെ മറുപണ്ട്. നിങ്ങൾ എന്നെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടത് ഞാൻ എപ്പോഴാണ് ഓർക്കുന്നോ? എനിക്ക് എന്റെ സാരി കിട്ടണം. ആ സാരി തന്നെ കിട്ടണം. സാരി കിട്ടാതെ ഞാൻ പോത്തില്ല. അല്ല, അതിപ്പോ കത്തിപ്പോയല്ലോ, അത് പുകയായി പോയി. ഇനിയിപ്പൊ അതിന് തിരിച്ചെടുക്കാൻ ഇവർക്ക് മന്ത്രം മാജിക് ഒന്നും അറിഞ്ഞില്ല. അതിന് എന്താന്ന് വെച്ചാ നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാ ചെയ്യും. നഷ്ടപരിഹാരം ഒന്നുമില്ല. എനിക്ക് സാരി, ആ സാരി തന്നെ കിട്ടണം. അല്ല, ഇല്ല ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. മെമ്പർ മിണ്ടരുത്. എന്റെ ഭർത്താവ് എനിക്ക് മേടിച്ച സാരി, എനിക്ക് ആ സാരി തന്നെ വേണം. ശരി, ഇല്ലാതെ ഞാൻ അവിടെ പോത്തില്ല. നിങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്കിയേ. നോക്കണ്ട എന്റെ സാരി എന്ത്? നിങ്ങൾ എന്തിനാ എന്റെ സാരി എടുത്ത് കത്തിച്ച്? പഴയ സാരിയാന്നോർത്ത് കത്തിച്ചു പോയതാ. ഞാനൊരു 1000 രൂപ തരാം. നിങ്ങൾ അതുകൊണ്ട് 2 or 3 സാരി മേടിക്ക്. എന്തോന്ന് 1000 രൂപയോ? അല്ല, ഒരു സാരിക്ക് 1200 രൂപ. അപ്പൊ നിങ്ങൾ 1000 രൂപ 2 സാരിക്ക് തരാന്നോ? 1200 രൂപ ഒരു സാരിക്ക് 1200 രൂപയാ. ഇത് നുണയാ. ഇത് നുണയാ. 1200 ഇല്ല സാരിക്ക്. ഇതൊക്കെ അങ്ങനെ അറിയില്ലെന്ന്. ഞാൻ സാരി കൊടുക്കണ ആളെ എനിക്കറിയാം. ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞ കാര്യമുണ്ട്. അവരെ ഭർത്താവ് സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്തതാണ്. അത് ഭർത്താവ് ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. അതിന് നമുക്ക് വില ഇടാൻ പറ്റില്ല. അതിപ്പോ എത്രയായാലും അതിനൊരു വലിയ വിലയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും. അല്ല, 1200 പറഞ്ഞത്. 2 സാരിക്ക് 2400 റിപ്പോർട്ട്. വന്നതും പോയതും വിട്ടുകളാം. ഒരു 2000 രൂപ കൊടു. മോശം. അതിൽ ഭർത്താവിൻ്റെ സ്നേഹമാണത്. അത് നമ്മൾ വില ഇടണ ശരിയല്ല. പിന്നെ 2000 രൂപ തരും. അത് സന്തോഷത്തോടെ വാങ്ങിച്ചോണ്ട് പോകേട്ടാ. കൊടു 2000 രൂപ.